സാത്താൻ ആരാധകരിൽ നിന്നും ജപമാലയുടെ അപ്പസ്തോലനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോ. ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ലഭിച്ചതിനു ശേഷം നിരവധി അത്ഭുതങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംപയിലെ ചർച്ച് ഓഫ് ദി റോസറിയുടെ സ്ഥാപകനാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോ. കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ലോംഗോ 1860കളിൽ നേപ്പിൾസിൽ നിയമപഠനത്തിനിടെയാണ് വിശ്വാസത്തിൽ നിന്ന് അകന്നത്. ഇറ്റലിയുടെ ഏകീകരണത്തിനായി പോരാടുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കത്തോലിക്ക സഭ എതിർപ്പ് നേരിടുന്ന സമയമായിരുന്നു അത്. അക്കാലത്ത് സമൂഹത്തിൽ ശക്തമായ കത്തോലിക്ക വിരുദ്ധ ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ലോംഗോ സാത്താൻ ആരാധനയിൽ പങ്കെടുക്കുകയും ഒടുവിൽ ഒരു സാത്താനിസ്റ്റ് പുരോഹിതനാവുകയും ചെയ്തു. സാത്താൻ ആരാധന തുടങ്ങിയതിനു ശേഷം ഉത്കണ്ഠയും വിഷാദവും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. ആത്മഹത്യ ചെയ്യുവാനുള്ള പ്രവണതയും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. കുറച്ചു വർഷങ്ങളായി ലോംഗോ ഇതുപോലെ ആരാധന തുടർന്നു. സാത്താൻ ആരാധന ഉപേക്ഷിക്കുവാൻ ലോംഗോയെ പിന്നീട് അദ്ദേഹത്തിന്റെ മാതൃരാജ്യത്തു നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ് പ്രേരിപ്പിച്ചത്. നല്ല കുറ്റസമ്മതം നടത്തുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫാദർ റഡാൻഡയുടെ മാർഗനിർദ്ദേശപ്രകാരം ലോംഗോ ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം സാത്താൻ ആരാധന ഉപേക്ഷിച്ച് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ജപമാലയോട് വലിയ ഭക്തി വളർന്നു. താമസിയാതെ 1871 അദ്ദേഹം ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേരുകയും ചെയ്തു. ജപമാലയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോംപയിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പോംപയിലെ ജപമാല രാജ്ഞിയുടെ ചിത്രം വളരെ പ്രസിദ്ധമാണ്. 1875 വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോയെ കുമ്പസാരിപ്പിച്ച വൈദികനാണ് അദ്ദേഹത്തിന് ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം സമ്മാനിച്ചത്. കൈകളിൽ ശിശുവായ യേശുവിനെ സിംഹാസനത്തിൽ വഹിച്ചു നിൽക്കുന്ന മാതാവിന്റെ കാൽക്കൽ വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ക്യാതറിനും നിൽക്കുന്നതാണ് ഈ ചിത്രം. ചിത്രം വളരെ പഴയതായിരുന്നു. എന്നിരുന്നാലും ചിത്രം ലഭിച്ച കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പല ഡോക്ടർമാരും ചികിത്സിച്ചിട്ട് പോലും മാറാതിരുന്ന ക്ലോറിൻഡ ലുക്കറെല്ലി എന്ന 12 വയസ്സുകാരിയുടെ അപസ്മാരം ജപമാല രാജ്ഞിയുടെ ചിത്രം ലോംഗോ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരുന്ന അതേ ദിവസം തന്നെ അത്ഭുതകരമായി സുഖപ്പെട്ടു. അതായിരുന്നു ആദ്യത്തെ അത്ഭുതം. പോംപയിലെ ഈ മരിയൻ ദേവാലയം വളരെ പെട്ടെന്നാണ് പ്രസിദ്ധമായത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇങ്ങനെ അവിടെ എത്തിത്തുടങ്ങി. 1926 വാഴ്ത്തപ്പെട്ട ബാർട്ടോലോ ലോംഗോ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. 1980 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കിയത്.